ഹലോ, എന്തെല്ലാം സുഖമല്ലേ? മൗറീഷ്യസ് വിസ സ്കാമിനെ പറ്റി മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം സ്റ്റഡി വിസേനെ പറ്റി പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറേ ഏജൻസികളുണ്ട്, കുറേ തട്ടിപ്പ് നടത്തുന്ന കുറേ ഏജൻസികളുണ്ട്. 5 to 7 lakh വരെ ട്യൂഷൻ ഫീ മാത്രം, എന്നുവെച്ചാൽ ട്യൂഷൻ ഫീ മാത്രം 5 to 7 lakh മേടിച്ച് ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റുന്നുണ്ട്. എടാ, അങ്ങനെ മേടിക്കുന്ന ഏജൻസിക്കാരോട് ഞാൻ പറഞ്ഞോട്ടെ, നിനക്കെല്ലാം നാണം ഉണ്ടാടാ? അപ്പോൾ പിച്ച എടുത്ത് ജീവിച്ചോടെ, പിച്ച. ഇതിൽ വലിയ അന്തസ്സുണ്ടല്ലോ. എത്ര കുടുംബത്തിൻ്റെ കണ്ണീരാടാ, ഒന്ന് മനസ്സിലാക്ക്. കുറേ തട്ടിപ്പാട്ട് ലൈസൻസ് പോലും ഇല്ലാത്ത കുറേ ഏജൻസികളുണ്ട്. അതിനകത്ത് വീഴാനായിട്ട് നമ്മുടെ കുറേ കുട്ടികൾ ഒത്തിരി പേരുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരിങ്ങനെ കുറേ വാഗ്ദാനം എല്ലാം കാണുമ്പോഴത്തേക്ക് അവർ പോയി വീഴും. ഇത് മുതലെടുക്കാൻ കുറേ ഏജൻസിക്കാർ. എത്ര ആൾക്കാരാണെന്നറിയോ ഇവിടെ 5 to 7 lakh വന്നിട്ട് പട്ടിണിയായിട്ട് കിടക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയാമോ? ഇവിടെ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് വന്ന 80,000 തൊട്ട് 1,20,000 30,000 വരെ സാലറി വാഗ്ദാനം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കയറ്റുന്നത്. അത് 1 ഇയർ ഡിപ്ലോമയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഈ 1 ഇയർ ഡിപ്ലോമയ്ക്ക് വന്നിട്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു വർക്ക് പെർമിറ്റ് സെറ്റാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ആ എമൗണ്ട് പോകത്തില്ല. എത്ര കുട്ടികൾ ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട്. അത് നിനക്കെല്ലാം നാണുണ്ട്. പോയി പിച്ചെടുത്ത് ജീവിച്ചൂടെ? എനിക്കിപ്പോൾ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ 5 to 7 lakh, ഈ 4 to 7 lakh ഇങ്ങനെ എമൗണ്ട് കൊടുത്ത് കയറാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതിൽ കുറച്ച് ചെയ്ത് കൊടുക്കുന്ന കുറേ ഏജൻസികൾ വേറെ ഉണ്ട്. ഞാൻ ഡയറക്റ്റ് നമ്പർ തരാം. നിങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കയറാൻ നിൽക്കുന്നവരാണെങ്കിൽ ഫുൾ എൻക്വയറി ചെയ്തതിന് ശേഷം മാത്രം കയറുക. ഇവിടെ ഒരു നാട്ടിലെ 30,000 തൊട്ട് ഒരു 60,000-70,000 മാക്സിമം ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്ന ജോലി അനുസരിച്ചിരിക്കും നമുക്ക് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്നുവെച്ചാൽ കഷ്ടപ്പെട്ട അതിനനുസരിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു രാജ്യമാണ് മൗറീഷ്യസ്. പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു രാജ്യമാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലി അനുസരിച്ചിരിക്കും പൈസ ഉണ്ടാക്കുന്നതും ഉണ്ടാക്കാത്തതും. അത് മനസ്സിലാക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അത്യാവശ്യം എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നല്ല രീതിക്ക് എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. ഞാൻ അതേപോലെ കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പെടുന്നതനുസരിച്ച് നമുക്ക് എമൗണ്ടും കിട്ടും. ഇപ്പോൾ 5 to 7 lakh എല്ലാം കൊടുത്ത് ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അതിൽ കുറഞ്ഞ എമൗണ്ടിൽ ചെയ്യുന്ന കുറേ ഏജൻസികളുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്ത് അവർ ജെന്യുവിനാണോ അല്ലയോ എന്ന് ഫുൾ എൻക്വയറി ചെയ്തതിന് ശേഷം മാത്രം എമൗണ്ട് കൊടുത്ത് കയറാൻ നിൽക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മൗറീഷ്യസ് എന്താണ്, ഏതാണ്, എങ്ങനെയാണെന്ന് ഫുള്ള് മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രം കയറാൻ നിൽക്കുക. ഇപ്പം GCC കൺട്രീസിലൊക്കെ യുദ്ധവും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒത്തിരി പേര് ജോലി പോയി മൗറീഷ്യസിലോട്ട് കയറാൻ നിൽക്കുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇപ്പം ജോലി അത്യാവശ്യവും കാര്യങ്ങളുള്ള ആൾക്കാരാണല്ലോ ഇങ്ങോട്ട് കയറാൻ നിൽക്കുന്നത്. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. മൗറീഷ്യസിൽ എന്താണ്, എങ്ങനെയാണ്, ഇവിടെ വന്നാൽ എങ്ങനെയാണ്, ഫുള്ള് സെർച്ച് ചെയ്യുക. യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെർച്ച് ചെയ്യുക. എന്നിട്ട് 5 to 7 lakh കൊടുത്ത് കയറേണ്ട കാര്യമൊന്നുമില്ല. അതിൽ കുറഞ്ഞ് ചെയ്ത് കൊടുക്കുന്ന ഒത്തിരി ഏജൻസികളുണ്ട്. അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നമ്പേഴ്സ് നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് പോവുക. അതാണിപ്പോൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശരിയാണ്, ഇത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഒത്തിരി തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് 2-3 കുട്ടികളെ കണ്ടു. 7 lakh കയറി വന്ന ട്യൂഷൻ ഫീ മാത്രം. അപ്പോൾ അവർക്ക് ഇവിടെ വരാൻ വേണ്ടി ചിലവ് എത്ര ആയി കാണും? ഒരു 7.5 lakh ഒക്കെ എന്തായാലും ആയി കാണും. അവരുടെ ചിലവെല്ലാം കൂടെ കൂടിയിട്ട്. അത് 1 ഇയർ ഡിപ്ലോമയ്ക്ക്. ഒന്ന് മനസ്സിലാക്കിക്കേ. ഈ ഏജൻസിക്കാർ ഈ പൈസ എല്ലാം എൻ്റെ കൈയെല്ലാം വിറയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ. എന്ത് പറയാനാ? നിനക്കെല്ലാം പിച്ചെടുത്ത് ജീവിച്ചൂടെ? പിച്ച. ഇതിൽ വലിയ അന്തസ്സുണ്ടല്ലോ. എത്ര കുടുംബത്തിൻ്റെ ശാപമാണ് നീയൊക്കെ മേടിച്ച് വെക്കുന്നത്. ഇവിടെ വന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. വർക്ക് പെർമിറ്റ് ആക്കിയാൽ നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ അതാണിപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്കിങ്ങനെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 4 to 7 lakh കയറാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതിൽ പോകേണ്ട കാര്യമില്ല. പേഴ്സണലായിട്ട് കോൺടാക്റ്റ് എന്നെ ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൽ കുറച്ച് ചെയ്യുന്ന ഡയറക്റ്റ് വിസ എടുത്ത് തരുന്ന ആൾക്കാരുണ്ട്. അത് വിസ കിട്ടിയതിന് ശേഷം മാത്രം പൈസ കൊടുക്കുന്ന സ്കീമും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളതൊക്കെ നല്ലത് നോക്കി പോവുക. മാക്സിമം സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് പോവുക. ഇപ്പോൾ കുറേ ഏജൻസിക്കാർക്ക് പൊള്ളും. ഇനി കുറേ കോൺടാക്ട്സും കാര്യം ഇതൊക്കെ വരും. എനിക്ക് ഇത് മുമ്പ് എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് പോലും ഇല്ല. എന്നിട്ട് നമ്മളിങ്ങനെ കോൺടാക്റ്റ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയല്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വന്ന കുറച്ച് ടീംസ് ഉണ്ട്.
ഇനി നിങ്ങൾ ഇതൊക്കെ വരുവാണെങ്കിൽ ഈ ഏജൻസി ഈ 5 to 7 ലാക്ക് മേടിച്ച് ട്യൂഷൻ ഫീ മേടിച്ച് വരുന്ന കുറച്ച് ഏജൻസികളുണ്ട്. എല്ലാത്തിൻ്റെയും എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്കൊരു കുഴപ്പമില്ല, എന്ത് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. എല്ലാ ഏജൻസിക്കാരെയും ഏജൻസിൻ്റെ പേര്, മേടിച്ച എമൗണ്ട് ഉൾപ്പെടെ എല്ലാം എടുത്ത് ഞാൻ ഇടും ഇതിനകത്ത്. എനിക്കല്ല ലൈസൻസ് ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഇനി മൗറീഷ്യസിൽ ഏത് രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരാണെങ്കിലും വിസ കിട്ടിയതിന് ശേഷം മാത്രം കൊണ്ട് എമൗണ്ട് കൊടുക്കുക. അല്ല ഇവനൊക്കെ ഉള്ളതാണോ, ഈ ഏജൻസി ഉള്ളതാണോ, ഇങ്ങനെ പോയി രക്ഷപ്പെട്ട് ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. എന്നിട്ടൊക്കെ ഈ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് ഓരോ രാജ്യത്തോട്ട് കയറാൻ നിൽക്കും.